CPIM വിടുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ മുൻ MLA പി ഐഷ പോറ്റി കോൺഗ്രസ് വേദിയിലേക്ക്. കൊട്ടാരക്കര കലയപുരത്ത് നാളെ നടക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കും. CPIMനൊപ്പം ഇനി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ജനങ്ങൾക്കൊപ്പമാകും ഉണ്ടാവുക എന്നായിരുന്നു ഐഷ പോറ്റിയുടെ പ്രതികരണം. പാർട്ടിയുമായി ഏറെ നാളായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു കൊട്ടാരക്കര മുൻ MLAയും CPM നേതാവുമായ അഡ്വക്കേറ്റ് പി ഐഷ പോറ്റി. പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നിട്ടും ജില്ലാ സമ്മേളനത്തിൽ എത്താതിരുന്നതും ചർച്ചയായിരുന്നു. ഇതിനു പിന്നാലെയാണ് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിൽ പ്രഭാഷകയായി എത്തുന്നത്. CPM വിടുമോ എന്ന ചോദ്യത്തോട് ഐഷ പോറ്റിയുടെ മറുപടി ഇങ്ങനെ: തുറന്ന് ഞാൻ പറഞ്ഞാൽ അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു. ഞാൻ 3 തവണ MLA ആയിരുന്നപ്പോഴും അവർ വിളിക്കാനുള്ള കാരണം അതാന്ന് എന്നോട് പറഞ്ഞായിരുന്നു. ഒരാളെ അനുസ്മരിക്കുന്നത് നല്ല മനുഷ്യനായിരുന്നില്ലേ അദ്ദേഹം? പുനർചിന്തനം എപ്പോഴെങ്കിലും നടത്തുന്നുണ്ടോ? മാറിപ്പോകാം, അല്ലെങ്കിൽ ഒരു പുതിയ രാഷ്ട്രീയ പ്രവേശനത്തിലേക്കുള്ള ഈ നിമിഷം വരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഈ ചുറ്റുപാട് നിൽക്കുന്നവർ അങ്ങനെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടോ? മനുഷ്യനല്ലേ, മനുഷ്യന്റെ കാര്യങ്ങളെ ഇന്നത്തെ ഞാനാണോ നാളെ എന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. അതേസമയം ഐഷ പോറ്റിക്ക് മുന്നിൽ കോൺഗ്രസിന്റെ വാതിൽ തുറന്നു തന്നെയെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. തീരുമാനമെടുക്കേണ്ടത് ഐഷ പോറ്റിയാണ്. ഞങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, അവർക്ക് കോൺഗ്രസിന്റെ വാതിലുകൾ തുറന്നിട്ടിട്ടുണ്ട്. അവർക്ക് എപ്പോൾ വേണമെങ്കിലും കോൺഗ്രസിൽ ചേരാം. ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. തീരുമാനം എടുക്കേണ്ടത് അവരാണ്, ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അഖിലേന്ത്യാ ലോയേഴ്സ് യൂണിയന്റെ സംസ്ഥാന ട്രഷറർ കൂടിയായ ഐഷ പോറ്റി ഈ സ്ഥാനം ഒഴിയാനും സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. BJP നേതൃത്വവും ഐഷ പോറ്റിയെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചതായാണ് വിവരം. 24 കൊട്ടാരക്കര.